ഹായ് ഫ്രണ്ട്സ്. ബിഗ് ബോസിലെ കുറേ വളുപ്പന്മാരും ചളികളും ഉള്ളതുകൊണ്ട് ഒരു ടാസ്ക് അങ്ങോട്ട് വെച്ചു ബോസ് അണ്ണൻ. അലക്ക് കമ്പനി ടാസ്ക് ഹിന്ദിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തിരി കൂടി നല്ല അലമ്പായിട്ട് പോകുന്ന ടാസ്ക്കാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് പ്രൊവോക്കായി, എല്ലാവരും ഭയങ്കര പിസ്ഡ് ഓഫ് ആവണ ഒരു ടാസ്ക്കാണ് ഈ സാധനം. ഇത്തിരി സീരിയസ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. വരെ ഓരോ ലെവല് കഴിയും തോറും ഭയങ്കരമായിട്ട് മോശമായിട്ട് പോകുന്ന ഒരു സംഭവം. അതായത് ഒരുമിച്ചിരിക്കുന്നവർ തന്നെ അടി ഉണ്ടായി പിരിയാനുള്ള എല്ലാ ചാൻസും ഈ ടാസ്കിലുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും സ്വഭാവം പുറത്തേക്ക് വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഈ ഒരു ടാസ്ക് വരുമ്പോൾ സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ടാസ്ക് ഒന്നും വേണ്ടി വന്നില്ല. രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഇവിടെ നിന്ന് ആരെയൊക്കെ നിങ്ങൾ പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ കാരണം എന്താണ്, അവരുടെ തെറ്റെന്താണ്, അവരുടെ എന്ത് ദുർഗുണമാണ് പരിഹരിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ബോസ്. അപ്പോൾ ഓരോ ആളുകളും വന്ന് ഈ 2 പേരെയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ജിൻഡോ അണ്ണൻ നല്ല മസിലൊക്കെ പെരുവിച്ച് ഇങ്ങനെ വന്ന് പറയുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള മിക്ക ആളുകളുടെയും പേര് പറയുന്നുണ്ട്. എനിക്ക് തോന്നിയത് മറ്റേ ഒരു നല്ല ഗുണ്ടപ്പനായിട്ടുള്ളൊരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഓടി മാറിയിട്ട് ഒടുവ് പോയിട്ട് തൊട്ടേ എന്ന് പറയും, എന്നിട്ട് ഇനി എന്നെ തൊട് എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് എനിക്ക് തോന്നിയത്. ജിൻഡോ എല്ലാവരും ഒന്ന് തൊട്ടു. അവരെല്ലാവരും കൂടി അങ്ങോട്ട് ചൊറിഞ്ഞ് ജിൻഡോൻ്റെ തോലൊക്കെ അങ്ങോട്ട് ഉരിച്ചിട്ടുണ്ട്. ജിൻഡോ ഒരു മദ്യമായിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ നല്ല രീതിക്ക് ഗബ്രി പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. ചെറ്റാന്നൊക്കെ പറഞ്ഞപ്പോൾ ഗബ്രിയുടെ തന്തയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. തന്തയ്ക്ക് വിളിക്കുന്ന സമയത്ത് ഗബ്രി വീണ്ടും പ്രൊവോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് വീട്ടിലുള്ളവരെ പറയരുത്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ടും കേൾക്കും. ഗബ്രി വിളിച്ചതിനോടൊന്നും എനിക്കൊരു കുഴപ്പമില്ല. നല്ല നൈസായിട്ടുള്ളൊരു ഫൈറ്റായിരുന്നു അത്. അത് ജിൻഡോ ശരിക്കും എക്സ്പോസ് ആവുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ ജിൻഡോ ഇത്തിരി കയ്യാങ്കളിക്കുള്ള രീതിയിലൊക്കെ മസിലൊക്കെ പെരുപ്പിച്ച് അങ്ങോട്ട് പോയി തല്ലാൻ, വലിയ ഫയൽവാനെ പോലെയൊക്കെ പോയി. പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോഴേക്കും ബിഗ് ബോസിന് നല്ല പേടിയുണ്ട്. ഇപ്രാവശ്യം കയറിയന്മാരൊക്കെ കണക്കാണെന്ന് പുള്ളിക്ക് അറിയാം. ഒരനുഭവത്തോടു കൂടി. ഇപ്പോൾ ഈ ചുടുവെള്ളത്ത് വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കുന്നുള്ളൊരു ചൊല്ലുണ്ട്. അതേപോലെ ജിൻഡോനെ വിളിച്ചിട്ട് എന്താണ് ജിൻഡോയ്ക്ക് ഈ കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞു. മനസ്സിലായിട്ടില്ലേ പുള്ളിക്ക്? റോക്കിയുടെ കാര്യമാണ് പറയാൻ വരുന്നതെന്നൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ റോക്കിയും സിജോവും തമ്മിലുണ്ടായിട്ടുള്ള ഇഷ്യൂവിനെ പറ്റി അറിയില്ലേ, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിഷമം വരുന്നുണ്ട് ബിഗ് ബോസും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ കരഞ്ഞ് മെഴുകാൻ തുടങ്ങി. അതുപോലെയല്ല, അവസാനത്തെ സീൻ വരെ വിറ്റാണ്. ഇരുന്ന് കരയണു പുള്ളി. ശരിക്ക് അന്യൻ, റെമോ, അമ്പി ഈ 3 ക്യാരക്ടറാണ്. ഇടയിൽ അന്യനാവും, എല്ലാവരുടെ പോയിട്ട് എല്ലാവരും പോയി പ്രൊവോക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റെമോ ആവും. ജാൻമണിയൊക്കെ വരുന്ന സമയത്ത് ഫ്രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റെമോ ആവും. അത് കഴിഞ്ഞ് പിന്നെ അമ്പിയാവും. ബിഗ് ബോസ് വിളിക്കുന്ന സമയത്ത് അമ്പിയാവും. എന്നിട്ട് പുള്ളി പുറത്തിറങ്ങിയതും ഗബ്രി പിന്നെയും പിടിച്ച് ഊക്കുന്നുണ്ട്. ഊക്കെന്ന് പറഞ്ഞാൽ ഊക്കിൻ്റെ പെരുമഴയായിരുന്നു ഇന്ന് ജിൻഡോന്. എന്താ ചെയ്യാന്നറിയില്ല. രാവിലെ എണീറ്റ് ആരെ കണി കണ്ടെന്ന് അറിയില്ല. അർജുൻ തന്നെയാണെന്ന് തോന്നുന്നു. അർജുനാണ് മറ്റേ ഒരു പ്രാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടി, ഏപ്രിൽ ഫുളിൻ്റെ പ്രാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അർജുൻ. അപ്പോൾ വിളിച്ചെണീപ്പിച്ചത് അർജുൻ തന്നെയാണ്. അപ്പോൾ അർജുനെ തന്നെയാണ് മോനെ. അർജുനെ രാവിലത്തെ മറ്റേ ടാസ്കിൽ പുള്ളി ഒന്ന് ചൊറിഞ്ഞായിരുന്നു, ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞുള്ളൂ. അർജുൻ ശരിക്ക് മറ്റേ കരണ്ടിയൊക്കെ എടുത്തിട്ട് മസാല എടുത്ത് കലക്കി തേച്ചിട്ടുണ്ട്. തോലക്കുരിച്ച് അതിൽ മസാല തേച്ച് അങ്ങനെ ഉണ്ടാവും. ആ ലെവലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ അങ്ങോട്ട് റസ്മിനെ പറ്റി അങ്ങോട്ട് പറഞ്ഞു. റസ്മിൻ വന്ന നാടിൻ്റെ പ്രശ്നമാണ് എന്ന്. റസ്മിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? റസ്മിൻ ഒരുമാതിരി ഗുണ്ട പെരുമാറ്റമാണ് എന്നാണ് പറയുന്നത്. റസ്മിൻ്റെ ആസ് എ പേഴ്സൺ ഞാൻ പറയും, റസ്മിൻ ഇത്തിരി ഇടിച്ചു കയറി സംസാരിക്കുന്ന ആളാണ്. എല്ലാവരുടെ ഡോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കടോ, എങ്ങോട്ടാടോ താൻ കയറി വരണേന്നൊക്കെ പറയും. എന്നിട്ട് റസ്മിൻ എന്നെ അങ്ങോട്ട് ഇടിച്ചു കയറും. അതുപോലെ കൈ മാറ്ററോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എന്താ ചെയ്യാ? റസ്മിൻ നല്ലൊരു സ്ട്രോങ് പ്ലെയറൊക്കെയാണ്. പക്ഷേ ഈ ഒരു സാധനം റസ്മിൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പണി കിട്ടാനുള്ള സാധ്യത ഇൻ ദ സെൻസ് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇപ്പോൾ പരസ്പരം താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇത് സംഭവിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ റസ്മിനെ ഇപ്പോൾ കറൻ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അതായത് ഹൗസ് മേറ്റ്സ് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് പ്രശ്നമാകും.
റസ്മിൻ്റെ എതിരെ എല്ലാവരും വരും. അത് നമ്മൾ ഇത്തിരി കൺട്രോൾ ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മളൊരാളെ കൊണ്ട് ഉപദേശിച്ച് അതുപോലെ തന്നെ ഈ ഒരു ലാലേട്ടൻ വരുമ്പോൾ തന്നെ ഒരു ക്ഷമയില്ലാത്ത രീതിയിൽ ആ ഒരു സമയത്ത് തന്നെ എണീറ്റ് നിന്ന് സംസാരിച്ചൊക്കെ തെറ്റാണ്. പക്ഷെ അതിനൊക്കെ റസ്മിൻ ഓൾറെഡി സോറി പറഞ്ഞിട്ടുള്ളതാണ്. ലാലേട്ടനോടായാലും ജിൻഡോയിനോടായാലും സോറി പറഞ്ഞിട്ടുണ്ട് ഇന്റർഫെയർ ചെയ്തതിന്. ആ ഒരു കാര്യമൊക്കെ ജിൻഡോ ഒന്നെടുത്ത് ഇളക്കി റസ്മിൻ വന്ന ആ നാടിൻ്റെ പ്രശ്നമാണെന്നൊക്കെ. നാടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഏത് നാടായാലും നന്നായിരിക്കട്ടെ, എല്ലാവരും നാടും നാട്ടായാലും നന്നായിരിക്കട്ടെ. ജിൻഡോ എന്തോ ബോഡി ഷോയിന് പോയെന്നും അവിടുന്ന് എന്തോ പോലീസിൻ്റെ സെക്യൂരിറ്റിയോട് കൂടിയാണ് തിരിച്ചെത്തിയത്, ഇല്ലെങ്കിൽ എത്താൻ പറ്റില്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ജിൻഡോ ഇവിടെയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും വലിയ രീതിയിൽ വെല്ലുവിളിയാണ്, ശാരീരികമായ വെല്ലുവിളിയാണ് നടത്തുന്നത്. അതുപോലെ കൺഫെഷൻ റൂമിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതാണ് പറഞ്ഞത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് പറയാം. നിങ്ങളെപ്പോലെയുള്ള കുറ്റങ്ങളെയും തല്ലിയിട്ട് ഔട്ടാവേണ്ടതാണ് ബിഗ് ബോസ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ കൺഫെഷൻ റൂമിൽ പോയിട്ട് അരമണിക്കൂർ എങ്ങാണ്ടായി എന്നുള്ളത് ഗബ്രി നോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു. അരമണിക്കൂറായി, ബിഗ് ബോസ് ഇത് മാത്രം പറഞ്ഞു, ബാക്കി എന്താ സംഭവിച്ചതെന്ന് നമുക്കൊക്കെ അറിയാലോ എന്നുള്ളതിൽ കരഞ്ഞു മെഴുകിയെന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ എന്നെ ഒന്ന് ഓക്കെ ആക്കാൻ ടൈം എടുത്തു ബിഗ് ബോസിന് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ ഇരിക്കുന്നുണ്ട് അങ്ങനെ. പിന്നെ ജിൻഡോന് പണിഷ്മെൻ്റ് ആണ്. റസ്മിൻ ഈ നാട്ടുകാരെ പറഞ്ഞതിന് എല്ലാവരും ആസ് എ പവർ ടീം മെമ്പർ റസ്മിൻ എന്ത് ചെയ്തു, ഉള്ള ചപ്പും ചാറൊക്കെ എടുത്ത് ഫ്ലോർ മുഴുവൻ വെതറി, മുട്ടത്തോടും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം കൂടി വെതറി ജിൻഡോനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ്. ആ ക്ലീൻ ചെയ്യണ സമയത്തായാലും ഗബ്രി പോയിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അതാണ് പാട്ടുപാടാനറിയാതെ ആട്ടമാടാനറിയാതെ ഒന്നും അറിയാതെ മണ്ടനായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി പാട്ട് പാടുമ്പോൾ നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ജിൻഡോയും പറയുന്നുണ്ട്. ഇതിലൊന്നും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്നെ ആയാലും ഒരു വ്യക്തി വന്ന് മണ്ടനെന്നും പൊട്ടനെന്നൊക്കെ ഒരുപാട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു, ചിലപ്പോൾ അപ്പുറം തെറി ഞാൻ വിളിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു സ്പോണ്ടേനിയസ്ലി എന്താണോ വായ വരിക അത് വിളിക്കും ആളുകൾ. അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടും കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, അർജുൻ്റെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ജിൻഡോൻ്റെ അടുത്ത് നിന്ന് ചെയ്തിട്ടുള്ള സംഭവം വളരെ നൈസായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ ഇത്തിരി ഓവറാണെന്നൊക്കെ പറയാം. ഒരേ സമയം എല്ലാവരെയും പോയിട്ട് ശത്രുക്കളാക്കി കഴിഞ്ഞാൽ എല്ലാവരും കൂടി തന്നെ അറ്റാക്ക് ചെയ്യും, അത് പ്രശ്നമാണ്. അത് ജിൻഡോ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് നല്ല രീതിക്ക് പണി കിട്ടിയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടാവും പുള്ളിക്ക്, നന്നായി കിടന്ന് ഉറങ്ങാം. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവം പറയുകയാണെങ്കിൽ ജാൻമോണി ആരാണെന്നാണ് വിചാരം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജാൻമോണി ഒരുമാതിരി രാജഭരണമൊക്കെ പോലെയാണ് കാണിക്കുന്നത്. ഈ ഹൗസിന് വെളി വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും നശിപ്പിക്കാൻ ഇവിടെ ആര് അല്ല അറിയാതെ ചോദിക്കുക. അർജുനോടൊക്കെ പറയണം. അർജുനും ജാൻമണിയും 7 വർഷത്തെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നശിപ്പിക്കുന്നൊക്കെ പറയണം. നശിപ്പിക്കാൻ ആരും ഇവളെ മാത്രം എന്തോ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്ത പോലെയൊക്കെയാണ് ഇവള് കാണിക്കുന്നത്. അതുപോലെ ചിലവരൊക്കെ ഇവളോട് എന്തെങ്കിലും പറയാൻ ഭയങ്കര മടി ഇവളോട് പറയാൻ. അയ്യോ ജാനുവിനോട് എങ്ങനെ പറയും, ജാനു അതെങ്ങനെ എടുക്കും എന്നറിയില്ല. ജാനു അവിടുത്തെ ഒരു നോർമൽ കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. എല്ലാവരും ഒരേപോലെയാണെന്നൊക്കെയല്ലേ ഈ കിടുതാപ്പ് ബിഗ് ബോസിൽ എല്ലാവരും പറയുന്നത്. അത് തന്നെയാണല്ലോ, എല്ലാവരും ഒരുപോലെയാണെന്നല്ലേ പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജാൻമോനിക്ക് ഒരുമാതിരി പ്രിവിലേജ്. പിന്നെ ചിലർ അവരുടെ ശപിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നത്, ശപിക്കുന്ന പോലെയും ഭീഷണിയും. അതുപോലെ അങ്ങനെയൊക്കെ സംസാരിച്ച സമയത്ത് വെളിയിൽ വന്നാൽ നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അർജുൻ പറഞ്ഞു അങ്ങനെ ജാൻമണി വിചാരിച്ചു കഴിഞ്ഞാൽ ആരും നശിപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ജാൻമണിയുടെ ബാല്യക്കാരന്മാരല്ലല്ലോ. ജാൻമണി ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം ഇതല്ല. ജാൻമണി പറയുന്ന പോലെ അവരൊക്കെ ചെയ്യാൻ അവരെന്താ ബാല്യക്കാരനാണോ ജാൻമോൻ്റെ? ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കരമാണ് ഇവരുടെ. ക്യാപ്റ്റൻ ആയാലും ശരി, പവർ റൂം ആയാലും ശരി, ദുരന്തമാണ് അവസ്ഥ. എജ്ജാതി ഇറിറ്റേറ്റിംഗ് ആണ്. അതുപോലെ ബോധം കെട്ട് വീണ പോലെ അഭിനയിക്കുന്നു. അത് അപ്പം തന്നെ അർജുൻ പിടിച്ചു. അർജുനെ എടുത്തുകൊണ്ട് പോയ ഗതികേട് ആലോചിച്ച് നോക്കുക. അതിന് തൊട്ട് മുമ്പ് വരെ അർജുനെ കുറ്റം പറഞ്ഞു നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വീണു. അർജുനനെ എടുത്തുകൊണ്ട് പോകേണ്ടി വന്നില്ലേ? വീണതല്ല, അഭിനയിച്ചാണ്. അർജുനും അത് മനസ്സിലായി. കണ്ണൊക്കെ ഇടയിൽ ചിമ്മുണ്ടായിരുന്നു. അതുപോലെ അവിടെ പോയത് തന്നെ തിരിച്ചും അയച്ചു. അവർ മെഡിക്കൽ റൂമിലുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ച് വിട്ടാക്കിയ പോലെയൊക്കെയാണ് തോന്നി. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചു. പോയത് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് കമന്നടിച്ചൊരു വീഴ്ച. കിടക്കാം, ഇനി സുഖമായിട്ട് വയ്യാന്ന് കൊണ്ട് അങ്ങോട്ട് കിടക്കാം. പിന്നെ നോറയാണെങ്കിൽ നോറയ്ക്ക് ഇനി നോക്കി അടുത്ത 3 മാസത്തേക്ക് ഒന്നും വേണ്ട. നോറയ്ക്ക് കിട്ടേണ്ടതെല്ലാം ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. നോറ 3rd ക്ലാസ് ഡ്രാമ കളിക്കുന്നു.
ഇമോഷണലാണ് എന്ന് പറഞ്ഞു. ഇനി ഇപ്പോൾ ഈ 3rd ക്ലാസ് വെച്ചിട്ട് 3 months അവൾ ഒട്ടും ഒരു പ്രശ്നമില്ല. നോറയ്ക്കിനി വേറൊരു ടോപ്പിക്ക് വേണ്ട. അയ്യോ ജാൻമോനെ എന്നെ അങ്ങനെ പറഞ്ഞു കൊണ്ട് നോറ അങ്ങനെ എന്നെ എന്തിനാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നോറ തുടങ്ങും. നോറ പിന്നെ ഛർദ്ദിച്ച് കക്കൂസ് തന്നെ അവതാളത്തിലാക്കേണ്ടെന്ന് തോന്നേ. അത്രയ്ക്കും വയ്യാണ്ടായി നോറയ്ക്ക് കരഞ്ഞിട്ട്. റസ്മിൻ നല്ലപോലെ കരഞ്ഞിട്ടുണ്ട്. കാരണം നാടിനെ പറ്റി പറഞ്ഞൊക്കെ നല്ലപോലെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. നമ്മളൊരു സ്ഥലത്തുനിന്ന് വരുവാണ് ഒരു പ്രോഗ്രാമിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നാട്ടുകാരൻ നമ്മളെപ്പറ്റി പല കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അവരോട് കാണിക്കേണ്ട ഒരു ആത്മാർത്ഥതയുണ്ട്. അപ്പോൾ ഒരാൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വിഷമം ഉണ്ടാവും എന്നുള്ളതൊക്കെ ഇപ്പോൾ റസ്മിൻ്റെ കാര്യമായാലും ഒന്നും പറയാൻ പറ്റില്ല. പവറാണ്. ഈ ഒരു കച്ചറ ഇട്ടതിലും എനിക്കൊന്നും പറയാനില്ല. പവർ ടീമിലുള്ള ആളുകൾക്ക് എന്തും ചെയ്യാം, സർവാധികാരിയാണ്, ചെയ്യാം, ക്ലീൻ ചെയ്യിപ്പിക്കാം. പക്ഷേ ഇവരുടെ ഒരു ഐക്യത ആളുകൾ പരിഹസിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അർജുൻ, റസ്മിൻ ആൻഡ് ജിൻഡോ. ഇപ്പോൾ അർജുനും റസ്മിനും മാത്രമാണ് ഇത്തിരി ടേംസിലുള്ളത്. ജിൻഡോ ശരിക്ക് ടീമിലായാലും ശരി പുറത്തായാലും ശരി ജിൻഡോ എല്ലാവിടെയും പോയിട്ട് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് എല്ലാവരെയും കുറ്റം പറഞ്ഞ് നടക്കണം. അത് ജിൻഡോയിന് തന്നെ അപകടമാണ്. അത് എല്ലാവരും ഒരേ സമയം വെറുപ്പിച്ച് കഴിഞ്ഞാൽ ജിൻഡോയിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. അതുപോലെ ജാൻമോനി പറയുന്നു ഓരോ ആളുകളെയും ആരൊക്കെ ഔട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പഴയൊരു കണ്ടസ്റ്റൻറ്റിനെ എനിക്ക് ഓർമ്മ വരണേ. പഴയൊരു കണ്ടസ്റ്റൻറ്റിനെ ഓർമ്മ വരുന്നത്, സിഗ്നൽ കൊടുത്ത് ഔട്ടാക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഇപ്പോൾ എവിടെയാണോ ആവോ. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ജിൻഡോ ഇന്ന് ടാസ്കിൽ വരെ ഈ ഒരു ചെറ്റത്തരം കാണിച്ചു. ഈ ഒരു താല്പര്യമില്ലാത്തവരുടെ ഡ്രസ്സ് നന്നല്ല എന്ന് പറയുക, ബാക്കിയുള്ളവരുടെ നല്ലതാണെന്ന് പറയുക. അതിൻ്റെ ഇടയിൽ ഗബ്രി എന്തോ വഴക്കുണ്ടാക്കിയതുകൊണ്ടാണ് അടുത്തെങ്കിലും നല്ലതെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അതും പറയില്ല. അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ജിൻഡോ കാണിക്കുന്നുണ്ട്. ജിൻഡോ ഒരുമാതിരി തോന്നിയ പോലെയാണ് കളിക്കുന്നത്. പക്ഷേ ജിൻഡോ നല്ല നടനല്ല എന്ന് വിചാരിച്ചു ആദ്യമൊക്കെ തിരിച്ചറിഞ്ഞു. പക്ഷേ കൺഫെഷൻ റൂമിൽ പോയിട്ടുള്ള പെർഫോമൻസ് ഒന്നും പറയാൻ വയ്യ. ചിരിക്കും, നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. ബിഗ് ബോസ് പറ. മറ്റേ ഇതിൽ എന്നും നിൻ്റെ മൊയ്തീനിൽ മറ്റേ പാർവതി തിരുവോത്തിനൊക്കെ ഓർമ്മ വന്നു. ഏത്തൻ പറ എനിക്ക് പറ്റുമോ പറ എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ എന്താ തെറ്റ് ചെയ്ത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ബിഗ് ബോസ് പറ എന്ന് പറഞ്ഞ് പറയിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഓരോ കണ്ടസ്റ്റൻസിനെയും പറ്റി? ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് എന്നുള്ളതൊന്ന് പറയുക കമൻറ്റ് സെക്ഷനിൽ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.